ഇന്ന് എബ്രോഡ് MBBS എന്ന് പറയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിന്റെയും മനസ്സിൽ വരുന്ന ഒരു കൺട്രിയാണ് ജോർജിയ എന്ന് പറയുന്നത്. ഇന്ന് ജോർജിയയിൽ പോയിട്ട് MBBS പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് കറന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോർജിയയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് MBBSന് വേണ്ടി അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ജോർജിയയിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളതുമായ ജോർജിയയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ബട്ടൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ജോർജിയയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസും അതുപോലെ തന്നെ ജോർജിയയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് ബട്ടൂമി സിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു സിറ്റിയിലാണ് നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇന്ന് ജോർജിയയിലെ MBBS പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബട്ടൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി. നമുക്ക് അവിടെ വരുന്ന ബാക്കി യൂണിവേഴ്സിറ്റീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ സെമസ്റ്റർ ഫീ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 2 lakhs മാത്രമാണ് വരുന്നത്. നമുക്ക് ജോർജിയയിൽ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന ഒരു 12 യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്. മെയിൻലി നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസും ജോർജിയയിൽ പോയി പഠിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ആണത്. അത്രയും യൂണിവേഴ്സിറ്റീസ് നോക്കുമ്പോൾ അതിൽ നമുക്ക് സ്റ്റുഡൻസിന് വേണ്ടി സ്കോളർഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ബട്ടൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ എല്ലാ ഇയേഴ്സും ഉണ്ട്. അതായത് നമ്മുടെ ഫസ്റ്റ് സെമ്മ് തൊട്ട് 12ാമത്തെ സെമ്മ് വരെ നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഓരോ ഇയറും 3.69 GPAക്ക് മുകളിൽ സ്കോർ ചെയ്യുന്ന സ്റ്റുഡൻസിന് അവരുടെ ട്യൂഷൻ ഫീയിൽ നിന്നും 50% സ്കോളർഷിപ്പ് ആയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ 3.69 GPAക്ക് മുകളിൽ സ്കോർ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ ട്യൂഷൻ ഫീയിൽ നിന്ന് 50% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ബാക്കി എമൗണ്ട് മാത്രമാണ് അവർക്ക് ട്യൂഷൻ ഫീ ആയിട്ട് പേ ചെയ്യേണ്ടി വരുന്നുള്ളൂ. നമുക്ക് ജോർജിയയിൽ സ്റ്റഡി പർപ്പസിന് കടാവർ യൂസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം ലീഗലി അലൗഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് ജോർജിയയിൽ ബാക്കി ഏത് യൂണിവേഴ്സിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് കടാവർ അലൗഡ് അല്ല. പക്ഷെ നമുക്ക് ബട്ടൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ കടാവർ അവൈലബിൾ ആണ്. അതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് ബട്ടൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിക്ക് ഇസ്താംബുളിലും പിന്നെ അതുപോലെ തന്നെ US-ലും ക്യാമ്പസസ് വരുന്നുണ്ട്. അപ്പോൾ ഇസ്താംബുൾ ക്യാമ്പസിൽ നിന്നും നമ്മുടെ ബട്ടൂമി ക്യാമ്പസിലേക്ക് കടാവേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് ജോർജിയയിലെ ബട്ടൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് കറന്റ്ലി സ്റ്റുഡൻസിന് കടാവർ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമുക്കിപ്പോ ഇതിനെല്ലാം പുറമെ നമ്മളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമാണ് അവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മളിപ്പോ FMG റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 നമുക്ക് FMG എക്സാം നോക്കുന്ന സമയത്ത് ജോർജിയയിൽ 22 യൂണിവേഴ്സിറ്റീസ് ആണ് മൊത്തം ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു എക്സാമിന്റെ റിസൾട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ജോർജിയയിൽ ഏറ്റവും കൂടുതൽ പാസിംഗ് റേഷ്യോ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടി ആയിട്ടാണ് ബട്ടൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി വരുന്നത്. നമുക്ക് FMG എക്സാം 2024 ആകെ കൂടി ഒരു 158 സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബട്ടൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ. ഇതിൽ 100 സ്റ്റുഡൻസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ FMG പാസിംഗ് റേഷ്യോ തന്നെ നോക്കുന്ന സമയത്ത് 63.29% ബൗ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഇൻഡിവിജ്വൽ FMG പാസിംഗ് റേഷ്യോ തന്നെ വരുന്നത്. ഇതുകൂടാതെ നമുക്ക് 2024 USML പാസിംഗ് റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിലും 100% തന്നെയാണ് പാസിംഗ് റേഷ്യോയും വരുന്നത്. നമുക്കിപ്പോ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ജോർജിയയിൽ ECTS സിസ്റ്റം ആണ് ഫോളോ അപ്പ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം. അതായത് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ സ്റ്റുഡന്റ് സ്റ്റാഫ് റേഷ്യോ തന്നെ വളരെ കുറവായിരിക്കും. സ്റ്റുഡൻസിനെല്ലാം നല്ല രീതിക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻസ് എല്ലാം ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. ഇതുകൂടാതെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് 2 ഓൺ ഹോസ്പിറ്റൽസ് അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ജോർജിയയിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി ആയിട്ടുള്ള ബട്ടൂമി സിറ്റിയിൽ തന്നെ ബൗ ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടും ഇവരുടെ ഇൻസൈഡ് ക്യാമ്പസിൽ തന്നെ മദീന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റലും ഇവർക്ക് അവൈലബിൾ ആണ്. 1200 ബെഡിലധികം ഫെസിലിറ്റീസ് വരുന്ന 2 ഓൺ ഹോസ്പിറ്റൽസ് ആണ് ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ളതും. നമുക്ക് എല്ലാം കൊണ്ട് നമുക്കിപ്പോ റിസൾട്ട് വൈസ് ആണെന്നുണ്ടെങ്കിലും കടാവർ ആണെന്നുണ്ടെങ്കിലും ഓൺ ഹോസ്പിറ്റൽ പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോ
ഫീസ്, അതായത് ഇപ്പോൾ അധികം ഫീ ആയിട്ടില്ല, നമുക്കിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ചിലുള്ള ഒരു ഫീ ആണ് വരുന്നത്. അപ്പൊ എല്ലാ രീതിക്കും നോക്കുമ്പോൾ നമുക്കിപ്പോൾ ജോർജിയയിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ബട്ടൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമുക്ക് കറന്റ്ലി ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണിത്. അപ്പൊ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻസ് നോക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.